മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് പറഞ്ഞ് ഹല്ലേലൂയ. ഇന്ന് നമ്മളൊരു സ്വർഗസ്നാപിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് ഇന്ന് ചില പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളും ഇന്ന് ചില ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ വിജയത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത്. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മേന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം പത്രോസ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 12-ാം തിരുവചനം. എന്തെന്നാൽ കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനകളുടെ നേരും തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ. വചനം പറയുകയാണ്, എന്തെന്നാൽ കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനകളുടെ നേരെയും തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്ന ഈ രണ്ട് കാര്യങ്ങളാണ്. എന്നാണ്, ഒന്ന്, നീതിമാനായ ഒരു വ്യക്തി ദൈവസന്നദ്ധയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറയുകയാണ്, അവൻ്റെ പ്രാർത്ഥനയുടെ മേലാണ് എൻ്റെ കണ്ണും ചെവിയും തുറന്നിരിക്കുന്നത്. മനസ്സിലായോ? ഇത് തന്നെയാണ് യെശയ്യാ 59:1 പറയണത്. എന്താണ്? കേൾക്കാനാവാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്തി. അപ്പോൾ ഈ ഒരു അഭിഷേകം നമ്മളിൽ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്താതെ വരുന്നത്. അതുകൊണ്ട് നമുക്ക് നീതി പ്രവർത്തിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ നോൻപ് കാലം കൂടുതൽ വിശുദ്ധിയോടുകൂടി ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാനും ഇന്ന് പരീക്ഷയിൽ തയ്യാറെടുക്കുന്ന എല്ലാ മക്കളുടെയും വിജയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പലതരത്തിലുള്ള ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർ, പല പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾ, ആ മക്കളെല്ലാവരും നല്ല വിജയം കൊടുത്ത് അവരെല്ലാവരും അനുഗ്രഹിക്കുന്നതിന് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തിൽ വലിയ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ വീഡിയോ കാണുകയും ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അവിടുന്ന് സാധിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയും വിശുദ്ധ ഔസേപ്പിതാവും ഇവരുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.